ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബീന സീക്രട്ട് ഫ്ലേവേഴ്സ്. എല്ലാവർക്കും സുഖമാണല്ലോ? ഓണമൊക്കെ വരെയല്ലേ? അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ ഇന്ന് മുതൽ ഓരോ വിഭവങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് വീഡിയോസ് ഇടുന്നുണ്ട്. ഓരോ ദിവസവും ഓരോരോ ഐറ്റങ്ങളായിരിക്കും നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഓണം ആകുമ്പോഴേക്കും ഏകദേശം എല്ലാ വിഭവങ്ങളും നമ്മൾ പരിചയപ്പെട്ട് കഴിയും. കുക്കിംഗ് ഒട്ടും അറിയാത്തവർക്കും അല്ലെങ്കിൽ ഓണത്തിന് പുതിയതായിട്ട് എല്ലാ വിഭവങ്ങളും ഒറ്റയ്ക്ക് ചെയ്ത് കുറച്ച് പേർക്ക് ഒരു സദ്യ കൊടുക്കണമെന്ന് വിചാരിക്കുന്നവർക്കും ഒക്കെ വളരെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ഈ വീഡിയോസ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് എല്ലാ ടിപ്സും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു സാമ്പാറിൻ്റെ വീഡിയോ ആണ്. അത് കഴിഞ്ഞ് പുറകെ ഓരോരോ വിഭവങ്ങളായിട്ട് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇതൊരു അവസരമായിട്ട് കണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് മുടങ്ങാതെ നമ്മുടെ സീരീസിലെ എല്ലാ വിഭവങ്ങളും കണ്ട് പഠിച്ച് നിങ്ങൾ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ എനിക്ക് തരണം. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ആദ്യം തന്നെ നമുക്ക് സാമ്പാറിന് ആവശ്യമായ ദാൽ, അതായത് തുവരപ്പരിപ്പ്, ഒരു കുക്കറിലേക്ക് കഴുകിയിട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ്, അതായത് 250 ml പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഒരു 15 പേർക്കുള്ള സദ്യയുടെ അളവിലാണ് നമ്മൾ സാമ്പാർ തയ്യാറാക്കുന്നത്. 4-5 പേർക്കാണെങ്കിൽ 1/2 കപ്പ് പരിപ്പും ഇതിൻ്റെ പകുതി പച്ചക്കറികളും മതിയാവും. അപ്പോൾ മസാലകളും പകുതി കിട്ടണം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് കൊടുക്കാം. പരിപ്പിൻ്റെ കുറച്ച് മുകളിൽ നിൽക്കണം വെള്ളം, അതാണ് കണക്ക്. ഒരു 2.5 കപ്പ് വെള്ളം മതിയാകും. ഇനി 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കുക്കർ നമുക്ക് അടച്ച് ഗ്യാസിൽ വെച്ച് കൊടുക്കാം. സ്റ്റവ് കത്തിച്ച് കൊടുക്കാം. അതവിടെ വേകുമ്പോഴേക്ക് നമുക്ക് അടുത്ത പണി നോക്കാം. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളിയെടുത്ത് കുറച്ച് വെള്ളമൊഴിച്ച് കുതിർക്കാം. ഇത് കുതിർന്ന് കഴിയുമ്പോൾ പിഴിഞ്ഞ് നമ്മളിതിൻ്റെ പുളിവെള്ളമായിട്ട് എടുത്ത് മാറ്റി വെച്ചേക്കണം. പരിപ്പൊരു 2 വിസിൽ വന്നു കഴിയുമ്പോൾ വെന്ത് കാണും. അപ്പോൾ നമുക്ക് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയും പച്ചക്കറികളാണ് ഞാൻ സാമ്പാറിലേക്ക് എടുത്തിട്ടുള്ളത്. ഇതിൽ കുമ്പളം, വെള്ളരിക്ക, തടിയൻകായ്, മത്തൻ, തക്കാളി, വെണ്ടയ്ക്ക, കത്തിരിക്ക, ഉരുളക്കിഴങ്ങ്, ചേമ്പ്, സവാള, ചെറിയ ഉള്ളി, ക്യാരറ്റ്, മുരിങ്ങയ്ക്ക, ഇതെല്ലാം ചേർന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്രയും ഇല്ല, ഇതിൻ്റെ കുറച്ച് പച്ചക്കറിയേ ഉള്ളെങ്കിലും സാമ്പാർ അതുപോലെ ടേസ്റ്റി ആയിട്ട് വെക്കാൻ പറ്റും. സദ്യയുടെ സാമ്പാർ ആയതുകൊണ്ടാണ് ഞാൻ ഏകദേശം എല്ലാ പച്ചക്കറികളും തന്നെ എടുത്തിരിക്കുന്നത്. ഇനി ഇത് അരിയാനായിട്ട് ഞാൻ അമ്മയെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ള പൊടികളെല്ലാം തയ്യാറാക്കി വയ്ക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കായംപൊടി, 3 ടീസ്പൂൺ സാമ്പാർ പൗഡർ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് എടുക്കാം, 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1 ടീസ്പൂൺ ജീരകപ്പൊടി. ജീരകപ്പൊടി ഓപ്ഷണലാണ്, ഞങ്ങൾക്കിവിടെ വലിയ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ചേർക്കുന്നത്. ഇത്രയും ചേർത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്ന് കലക്കി വയ്ക്കാം. നമ്മൾ മസാല കടുകൊക്കെ വറുത്തെടുക്കുമ്പോൾ കരിഞ്ഞു പോകാതിരിക്കാനാണ് ഇങ്ങനെ വെള്ളം ചേർത്ത് കലക്കി വയ്ക്കുന്നത്. അപ്പോൾ മസാല വേകാനും അല്പസമയം വേണമല്ലോ. അപ്പോൾ ഇങ്ങനെ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോവില്ല, നല്ല കൃത്യമായിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് നമ്മുടെ ഈ ചെറിയ കുക്കറിൽ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന തോരൻ പരിപ്പ് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ വിചാരിച്ചത് ഈ ചെറിയ കുക്കറിൽ പച്ചക്കറികളെല്ലാം കൊള്ളുമെന്നാണ്. നോക്കുമ്പോൾ അത് നിറയെ ഉണ്ട്. അപ്പോൾ ഇനി മാറ്റി പഴയ വലിയ കുക്കർ എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ പച്ചക്കറികളെല്ലാം വലിയ കുക്കറിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, ചെറിയ ഉള്ളി, ഇതെല്ലാം ഞാൻ ഒരുമിച്ച് തന്നെ ചേർത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കഷ്ണങ്ങൾ വേകാൻ ആവശ്യമായ ഉപ്പാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുക്കറിൻ്റെ മുകൾ വരെയൊന്നും നിറച്ച ആവശ്യമില്ല. പച്ചക്കറിയുടെ ഒപ്പം അല്ലെങ്കിൽ അതിനല്പം മുകളിൽ വരെ നിൽക്കുന്ന വിധത്തിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കുക്കർ അടച്ച് നമുക്ക് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അത് കത്തിച്ചിട്ടുണ്ട്. അതവിടെ ഇരുന്ന് വിസിൽ വരട്ടെ. 15 പേർക്കുള്ള സാമ്പാർ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ പ്രത്യേകം വേവിക്കുന്നത്. അല്ലെങ്കിൽ ഒറ്റ കുക്കറിൽ തന്നെ ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് ചെയ്യാവുന്നതേ ഉള്ളായിരുന്നു. ഇപ്പോൾ ഇതാ കുക്കറിൻ്റെ വിസിലൊക്കെ വന്നു കഴിഞ്ഞു. നമുക്ക് കടുക് വറുക്കാൻ ആവശ്യമായ എല്ലാ സാധനങ്ങളും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. മല്ലിയില അരിഞ്ഞത്, ചെറിയ ഉള്ളി അരിഞ്ഞത്, പുളി പിഴിഞ്ഞ വെള്ളം, തോരൻ പരിപ്പ് എല്ലാം റെഡിയാണ്. അപ്പോൾ ഇനി നമുക്ക് ഒരു ഉരുളി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. സദ്യയിലെ കറികൾക്കെല്ലാം നമ്മൾ വെളിച്ചെണ്ണ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് കടുകിട്ട് പൊട്ടിച്ച് കൊടുക്കാം.
കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ ചെറുതായി അരിഞ്ഞു വച്ചിരിക്കുന്ന ഉള്ളി അതിലേക്ക് ചേർത്ത് മൂപ്പിച്ചെടുക്കാം. ചെറിയ ഉള്ളി മൂത്ത് വരുമ്പോൾ ഒരു പ്രത്യേക മണമാണ്. അപ്പോൾ ഇത് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഇത് കരിഞ്ഞു പോകാതെ ചെറിയ തീയിൽ മൂപ്പിച്ചെടുക്കണം. നമ്മുടെ നാടൻ കറികൾക്കെല്ലാം ഈ താളിക്കലാണ് ഏറ്റവും സ്വാദും മണവും നൽകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് അടുത്തത് ചേർക്കാനുള്ളത് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന സാമ്പാർ മസാലയാണ്. ഇത് വെള്ളമൊഴിച്ച് കലക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ കരിഞ്ഞു പോകില്ല. നമ്മളിതിന് ചെറിയ തീയിൽ വെച്ച് ഈ മസാല ഒന്ന് വെന്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഫ്ലെയിം കൂടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായി ഇളക്കി മസാലയുടെ മൂത്ത മണം വരുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കാം. ഇങ്ങനെ കരിഞ്ഞു പോകാതെ തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ മസാല ഏകദേശമൊക്കെ ഒന്ന് വെന്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന പുളി വെള്ളത്തിൽ പകുതി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പുളിയുടെ കുത്തലൊക്കെ മാറണമെങ്കിൽ അത് നന്നായി ഒന്ന് തിളച്ച് വരണം. ബാക്കി പുളി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അവസാനം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതായത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന വേവിച്ച തോരൻ പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറിയൊരു തിള വരുന്നത് വരെ നമ്മളിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ തിളയൊക്കെ വന്നു കഴിഞ്ഞു. നമുക്കിനി ഇതിലേക്ക് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം ഇട്ട് കൊടുക്കണം. കയ്യിലേക്ക് തെറിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ പച്ചക്കറികളെല്ലാം ഇതിൽ ചേർത്ത് കഴിഞ്ഞു. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ ബാക്കി വെച്ചിരുന്ന മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി അടച്ചു വെച്ച് ഒരല്പം നേരം വേവിക്കണം. നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി അടപ്പ് മാറ്റി നന്നായി തിള വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ സാമ്പാർ ഇതാ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതൊന്നുകൂടി കുറുകി വരണം. അതിനായിട്ടാണ് നമ്മൾ ഈ അടച്ചു വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഉപ്പോ പുളിയോ ഒക്കെ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ നോക്കിയപ്പോൾ പുളിയും ഉപ്പും ഒരല്പം കുറവായി തോന്നിയതുകൊണ്ട് എടുത്തു വച്ചിരുന്ന ബാക്കി പുളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. സാമ്പാറിൽ ഉപ്പ് ഏകദേശം നമുക്ക് ധൈര്യമായിട്ട് തന്നെ ഇടാം, അങ്ങനെ കൂടിപ്പോവില്ല. ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. വീണ്ടും അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് അവിടെ ഇരുന്ന് തിളച്ച് നന്നായിട്ട് കുറുകി വരുന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല സദ്യ സാമ്പാർ റെഡിയായി കഴിഞ്ഞു. ഞാനിതിൽ എൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയ ഒരു നുള്ളു പഞ്ചസാര അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നുള്ളു ശർക്കര ചേർത്ത് കൊടുക്കാം. അത് വീഡിയോയിൽ വന്നിട്ടില്ല. അപ്പോൾ സാമ്പാർ നമുക്കൊരു പാത്രത്തിലേക്ക് പകർന്ന് വിളമ്പാനായി മാറ്റിവെക്കാം. സാമ്പാർ നിങ്ങളും ഉണ്ടാക്കി നോക്കുക. നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ തീർച്ചയായിട്ടും എന്നെ അറിയിക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതുകൂടി ചെയ്ത് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ തരണം. അപ്പോൾ അടുത്ത വിഭവമായിട്ട് നമുക്ക് ഉടനെ കാണാം.